കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ ഇന്ന് 7:30 പുക ഉയർന്നതോടെ രോഗികളെ ഒഴിപ്പിച്ചിരുന്നു. കാഷ്വാലിറ്റിയുടെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ചിട്ടുണ്ട്. അത്യാഹിത വിഭാഗത്തിലേക്ക് രോഗികളെ കൊണ്ടുവരരുത് എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. നമുക്കൊപ്പം ദീപക് പലയമ്മയും സുനോജ് തോമസുമുണ്ട് ഇപ്പോൾ സംഭവസ്ഥലത്ത്. സുനോജ്, ഇപ്പോഴും ചില ആംബുലൻസുകളൊക്കെ വരുന്നതും പോകുന്നതും കാണാം. ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിലേക്ക് പുതിയ രോഗികളെ കൊണ്ടുവരരുത് എന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അല്ലേ? ഇപ്പോഴും കാഷ്വാലിറ്റിയുടെ പ്രവർത്തനം പുനഃസ്ഥാപിച്ചിട്ടില്ലല്ലോ? ഹരികുമാർ, പ്രവർത്തനം പുനഃസ്ഥാപിച്ചിട്ടില്ല. പുറത്തേക്ക് മാറ്റിയ ബെഡും സ്ട്രക്ചറും ഉൾപ്പെടെയുള്ള ആശുപത്രി ഉപകരണങ്ങൾ ഇപ്പോൾ തിരികെ കാഷ്വാലിറ്റിയിലേക്ക് കയറ്റുന്നതാണ് നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത്. അതായത് പുറത്തേക്ക് എടുത്ത ഉപകരണങ്ങൾ മുഴുവൻ അകത്തേക്ക്, കസേര ഉൾപ്പെടെയുള്ള ഫർണിച്ചർ ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും സന്നദ്ധ പ്രവർത്തകരും ആശുപത്രി ജീവനക്കാരും കൂടി അകത്തേക്ക് മാറ്റുകയാണ്. അകത്ത് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചിട്ടില്ല. ജില്ലാ കളക്ടർ ആശുപത്രിക്ക് അകത്തുണ്ട്. അദ്ദേഹം അവിടെ പരിശോധന നടത്തുകയാണ്. ഈ തീപിടുത്തമുണ്ടായ സ്ഥലങ്ങൾ, കെട്ടിടം മുഴുവൻ അദ്ദേഹം പരിശോധിക്കുന്നതാണ്. അദ്ദേഹം അകത്തുണ്ട്. മറ്റ് ജീവനക്കാരും സന്നദ്ധ പ്രവർത്തനം ചേർന്ന് കാഷ്വാലിറ്റി പുനഃസ്ഥാപിക്കാനുള്ള പ്രവർത്തനം നടത്തുകയാണ്. പുറത്തുള്ള എല്ലാ ഫർണിച്ചറുകളും അകത്തേക്ക് മാറ്റുന്നത് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. അകത്ത് വലിയ വെള്ളമുണ്ട്. കാരണം UPS റൂമിൽ പുകയുയർന്നതോടുകൂടി ഫയർഫോഴ്സ് എത്തി വെള്ളം ചീറ്റി. അങ്ങനെ ഈ കാഷ്വാലിറ്റി കെട്ടിടത്തിനകത്ത് വലിയ വെള്ളമുണ്ട്. ഈ വെള്ളം മുഴുവൻ നീക്കി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചാൽ മാത്രമേ ഈ കാഷ്വാലിറ്റി പ്രവർത്തനം പുനഃസ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോഴും ആംബുലൻസുകൾ ഇവിടെ ഉണ്ട്. പക്ഷേ രോഗികളെ ഷിഫ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. 4ാം നിലയിലെ ന്യൂറോ വാർഡിൽ മാത്രമാണ് രോഗികൾ അവശേഷിക്കുന്നതെന്നും മെഡിക്കൽ കോളേജ് അധികൃതർ പറഞ്ഞിട്ടുണ്ട്. വിവിധ ഡിപ്പാർട്ട്മെൻറ്റ് HODകൾ ഇവിടെ എത്തി വേണ്ട നിരീക്ഷണങ്ങൾ എടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റിയ രോഗികളുടെ എണ്ണം എടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കണക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. കാരണം അപകടം നടന്ന ഉടനെ പെട്ടെന്ന് എത്തിയ ആംബുലൻസുകളിൽ രോഗികളെ കയറ്റി വിടുകയായിരുന്നു. അതുകൊണ്ട് നഗരത്തിലെ ഏതൊക്കെ ആശുപത്രികളിലേക്കാണ് പേഷ്യൻസിനെ കൊണ്ടുപോയിട്ടുള്ളത് എന്ന് ഉള്ള കണക്ക് എടുത്തു വരുന്നു. ഒപ്പം തന്നെ മെഡിക്കൽ കോളേജിൻ്റെ മറ്റ് വാർഡുകളിലേക്കും മാറ്റിയിട്ടുണ്ട്. ആ രോഗികളുടെ എണ്ണവും എടുത്തു വരുന്നുവെന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതർ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴും നിരവധി സന്നദ്ധ പ്രവർത്തകർ ഈ ഫർണിച്ചറുകൾ മുഴുവൻ അകത്തേക്ക് കയറ്റുകയാണ്. കാരണം എത്രയും വേഗം കാഷ്വാലിറ്റി പ്രവർത്തനം പുനരാരംഭിക്കേണ്ടതുണ്ട്. ഈ വെള്ളം ഒഴിച്ചതുകൊണ്ട് തന്നെ ഇലക്ട്രിക്കൽ സംവിധാനം ഉൾപ്പെടെ വീണ്ടും പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമായിരിക്കും ഈ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുകയുള്ളൂ. ഒപ്പം തന്നെ UPS റൂം കത്തിപ്പോയതുകൊണ്ട് തന്നെ ഈ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ കുറച്ച് സമയം എടുത്തേക്കും. എങ്കിൽ കൂടി മറ്റ് സൗകര്യങ്ങൾ മുഴുവൻ ഇവിടെ ഒരുക്കുന്ന ഘട്ടത്തിലേക്ക് പോയിരിക്കുകയാണ്. എല്ലാ ജീവനക്കാരും സന്നദ്ധ പ്രവർത്തനം ചേർന്ന് മുഴുവൻ പുറത്തേക്ക് എടുത്ത മുഴുവൻ സാധനങ്ങൾ അകത്തേക്ക് കയറ്റുന്നത് നമുക്ക് കാണുകയും ചെയ്യാം. ഏതായാലും ജില്ലാ കളക്ടറും ഒപ്പം തന്നെ DCPയും MP മേയർ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഫയർഫോഴ്സിൻ്റെ ആളുകളകത്ത് പരിശോധന നടത്തുകയും ചെയ്യുന്നുണ്ട്. നിരവധി ആളുകൾ സഹായത്തിന് വേണ്ടി എത്തുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ എത്തിയ ബൈസ്റ്റാൻഡേഴ്സ് കുറച്ച് പേർ പുറത്തുണ്ടെന്ന് തോന്നുന്നു. അവരോട് നമുക്ക് കാര്യങ്ങൾ ചോദിച്ചു നോക്കാം. ഈ രോഗികൾക്കൊപ്പം വന്ന ആളുകളായിരിക്കും. എനിക്ക് തോന്നുന്നു ദൂരസ്ഥലങ്ങളിൽ നിന്ന് വന്ന ആളുകളാണ്. അവരോട് നമുക്ക് ആ കാര്യങ്ങൾ ചോദിച്ചാൽ അറിയാൻ സാധിക്കും. ഇവർ നേരത്തെ മുതൽ ഞാനിവിടെ കാണുന്നുണ്ടായിരുന്നു, ബാഗ് പിടിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ രോഗികൾക്കൊപ്പം വന്നാണോ? ഇവിടുന്ന് വന്നാ? കാസർഗോഡ് നിന്ന് വന്നാ? ആര് പേഷ്യൻ്റ് ആരാ? നിങ്ങൾ അകത്തുണ്ടായിരുന്നു ഈ സമയത്ത്? ഏത് നിലയിലുണ്ടായിരുന്നു? 4ാമത്തെ. പെട്ടെന്ന് ഓടി ഇറങ്ങിയതാണ്? അവിടെ പുകയുണ്ടായിരുന്നോ? വലിയ പുകയായിരുന്നോ? സാധാരണ. എങ്ങനെയുണ്ട് പേഷ്യൻറ്റിന്? എങ്ങനെയുണ്ട്? ഡിസ്ചാർജ് ആയിരുന്നോ? ഇല്ല. ബെഡിലായിരുന്നു ഉണ്ടായിരുന്നു പേഷ്യൻ്റ്? പുക വന്നപ്പോൾ പെട്ടെന്ന് താഴോട്ടിറങ്ങി വന്നോ? പുക വന്നപ്പോൾ പെട്ടെന്ന് എല്ലാവരും ഇറങ്ങി. വേറെ ഹോസ്പിറ്റലിൽ ഷിഫ്റ്റ് ചെയ്യുന്ന കാര്യം വല്ലതും പറഞ്ഞോ ഡോക്ടേഴ്സ്? ഇല്ല, പറഞ്ഞില്ല. ചോദിക്കും ഡോക്ടേഴ്സ് ഇവിടെ ഉണ്ട്, അങ്ങനെയാണെങ്കിൽ ആശുപത്രിയിലേക്ക് ഷിഫ്റ്റ് മാറ്റി വേറെ ആശുപത്രിയിൽ മാറ്റുന്ന കാര്യം പറഞ്ഞില്ല? അങ്ങനെ പറഞ്ഞില്ല. നമുക്കത് ചെയ്യാം കേട്ടോ. അരുൺകുമാർ, ഇത് പേഷ്യൻ്റാണ് കാസർഗോഡ് നിന്ന് വന്ന് അവരെ ഇവിടെ ഇരിക്കുന്നത് കണ്ട് നമ്മൾ ചോദിച്ചതാണ്. നമുക്ക് വേണമെങ്കിൽ അവർക്ക് ഒന്ന് സഹായിക്കാം. അഖിൽ ഇവിടെ ഉള്ള ആരെങ്കിലും ഒന്ന് വിളിച്ച് അവരെ ഷിഫ്റ്റ് ചെയ്യാനുള്ളവരാ. ഇവിടുത്തെ പേഷ്യൻസ് ആയിരുന്നു എന്ന് പറയുന്നു. അവരിതുവരെ മാറ്റിയിട്ടില്ല എന്ന് പറയുന്നു. നമുക്ക് അതിനുള്ള സഹായം ചെയ്തു കൊടുക്കാം. അവരറിയാതെ ഇവിടെ ഇരുന്ന് പോയതാണ്. കാരണം സീരിയസ് ആയിട്ടുള്ള പേഷ്യൻസിന് ആംബുലൻസ് വന്ന് കൊണ്ടുപോയതാണ്. സന്നദ്ധ പ്രവർത്തകരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ മാറ്റാനുള്ള സൗകര്യം നമുക്ക് തന്നെ ചെയ്തു കൊടുക്കാവുന്നതാണ്. ചികിത്സയിലായിരുന്നു പറയുന്നു. ഇപ്പോൾ അവരാരാണ്? പേഷ്യൻ്റ് എവിടെയാണ് ഇരിക്കുന്നത്? ചേച്ചിയാണോ പേഷ്യൻ്റ്? നടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? അസുഖം എന്തായിരുന്നു? തലയിൽ മുഴയായിട്ട് വന്നാ? എന്നാ വന്നേ? വന്നിട്ട് 2 ആഴ്ചയായി. 2 ആഴ്ചയായി. സർജറി അങ്ങനെ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ല, പറഞ്ഞില്ല. നടക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല? ഡോക്ടർസിനെ വല്ലതും കണ്ടായിരുന്നു ഇവിടെ? ഇപ്പം സംഭവത്തിന് ശേഷം കണ്ടില്ല? ഇല്ല. അരുൺകുമാർ, തലയിലെ മുഴ ഇത്
ഇവർ തലയിൽ മുഴയായിട്ട് വന്ന ആളുകളാണ് കാസർഗോഡ് നിന്ന്. അപ്പോൾ ഇവർ അറിയാതെ ഇവിടെ നിൽക്കുന്നവരൊന്ന് ഷിഫ്റ്റ് ചെയ്യാൻ നൂറയിലുള്ള 4ാം നില നൂറയല്ലേ, നൂറയിലുള്ള ആളുകളാണെന്ന് തോന്നുന്നു. ആരും വിളിച്ചു. ആംബുലൻസ് ഏതെങ്കിലും തയ്യാറാക്കി കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ശ്രമിച്ചു നോക്കാം. അതുപോലെ ആംബുലൻസ് ഏതെങ്കിലും തയ്യാറാക്കി കൊടുക്കാൻ പറ്റുമെന്നുള്ളത് ശ്രമിച്ചു നോക്കാം. ഡോക്ടേഴ്സിനെ ആരെങ്കിലും നിങ്ങളൊന്ന് വോളണ്ടിയേഴ്സ് ഒന്ന് സഹായിച്ചാൽ മതി. ആരെങ്കിലും ഒന്ന് കൂട്ടിക്കൊണ്ട് വന്നാൽ മതി. ഡോക്ടർമാരെ ഏൽപ്പിക്കാണ്ടേ? ഡോക്ടർമാരെ അല്ലെങ്കിൽ ഹരികുമാർ, നമുക്കത് ചെയ്ത് കൊടുക്കാവുന്ന കാര്യമുള്ളൂ. അവർക്ക് നടക്കുന്നതിനും പ്രയാസമില്ല. തലയ്ക്ക് മുഴയുള്ള ഒരു പേഷ്യൻ്റാന്ന് പറഞ്ഞു. നമുക്ക് ഡോക്ടേഴ്സൊക്കെ അവിടെ തിരക്കില്ല. നമുക്ക് വോളണ്ടിയേഴ്സിനെ ഏൽപ്പിച്ച് അവരെ മാറ്റുകയും ചെയ്യാം. ഏതായാലും കളക്ടർ സന്ദർശനം കഴിഞ്ഞിട്ട് മടങ്ങുന്നുണ്ട്. കളക്ടർ ഒരു പ്രതികരണം കൂടി കിട്ടുമെന്ന് നമുക്ക് നോക്കുകയും ചെയ്യാം. കളക്ടർ ആശുപത്രി കെട്ടിടത്തിൻ്റെ അകത്ത് കയറിയ ശേഷമാണ് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അദ്ദേഹം പ്രതികരിക്കുമോ എന്നറിയില്ല. അദ്ദേഹം വേഗത്തിൽ നടന്ന് മുന്നിലോട്ട് പോകുന്നുണ്ട്. ഓക്കെ, ദീപക് മലയമ്മ അവിടെയുണ്ട്. ദീപക് മലയമ്മ കളക്ടർ പ്രതികരണം എടുക്കും. ഏതായാലും രോഗികളെ പൂർണ്ണമായിട്ട് മാറ്റി. നേരത്തെ കണ്ട ഒരു ചേച്ചി, കാസർഗോഡ് നിന്ന് വന്നൊരു ചേച്ചി മാത്രം അവിടെ ഉണ്ട്. നമുക്ക് അവരെയും കൂടെ വേറൊരു ആശുപത്രിയിലേക്ക് ഷിഫ്റ്റ് കൂടി ഒന്ന് മറ്റ് സ്ഥലത്തേക്ക് മാറ്റാൻ വേണ്ടി അവരുടെ സഹായം അഭ്യർത്ഥിച്ചോളൂ. ദീപക് ഉണ്ട് ഇവിടെ. പ്രതികരണം ഒരു പക്ഷേ കളക്ടർ തരികയാണെങ്കിൽ നമുക്ക് ആ പ്രതികരണം പ്രേക്ഷകർക്ക് കൊടുക്കാം. എന്താണ് സംഭവിച്ചതെന്ന് കളക്ടർ വിശദീകരിക്കട്ടെ. ഇപ്പോൾ അന്വേഷണത്തിന് ആരോഗ്യവകുപ്പ് മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇപ്പോൾ കളക്ടർ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുള്ള ആ ബ്ലോക്കിലേക്ക് എത്തിയിട്ടുണ്ട്. മാധ്യമങ്ങളോട് കളക്ടർ വിശദീകരിക്കുമോ എന്ന് നമുക്ക് നോക്കാം.